ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നല്ല ചൂടല്ലയോ, തിളക്കണ ചൂടാണിപ്പോൾ. അപ്പം നമുക്ക് ഒരു ഷെമാം ഷേക്ക് ഉണ്ടാക്കിയാലോ. അപ്പം നമുക്ക് ഇപ്പം ഷെമാമിനൊക്കെ വളരെ വിലക്കുറവാണ്. ഇത് നന്നായിട്ട് അതിൻ്റെ ഫുള്ള് നല്ല മഞ്ഞ കളർ വരുന്നതാണ്. പക്ഷേ ഇത് നന്നായിട്ട് പഴുത്തതാണ്, പക്ഷേ എന്തോ കളറായില്ല. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അന്നേരം നമുക്ക് അതിനൊക്കെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തി അരിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് അരിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല മഞ്ഞ കളർ ആവുന്നതാണ്, പക്ഷേ വെയിൽ കൊണ്ടൊക്കെ ആയിരിക്കണം എന്തോ. എന്നാലും കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചത് കയ്പ്പ് വല്ലതും വരുമോ എന്ന് പേടിച്ചു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അന്നേരം നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് നമുക്ക് മുറിച്ചെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന്ന് മത്തങ്ങയുടെയൊക്കെ ടേസ്റ്റ് പോലൊക്കെ തോന്നിയത്. അപ്പം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നേരം ബാക്കിയുള്ളതും കൂടെ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. അന്നേരം നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതിൻ്റെ പകുതി എടുത്താലും മതി, അതും ഏറെ കാണും. ഞാൻ ഇത് ഫുള്ളങ്ങ് എടുത്തു. ഇതിന് പിന്നെ ഒരു കവർ പാല് ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നേരത്തെ നന്നായിട്ട് കാച്ചി ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചതാണ് പാല്. അന്നേരം നമുക്കതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് ഞാൻ മധുരത്തിന് പകരം ഞാൻ ഉപയോഗിക്കുന്നത് ഉണക്കമുന്തിരിങ്ങയാണ്. അത് ശരീരത്തിന് ഏറ്റവും നല്ലതാണല്ലോ. അപ്പോൾ അതെല്ലാം കഴുകി റെഡിയാക്കി കുറച്ച് വെള്ളം കൂടി ചേർത്ത് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് അത്യാവശ്യത്തിന് നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് പതഞ്ഞ് വരണം. അതേപോലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനകത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് കാഷ്യൂവിൻ്റെ കൂടെ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ബദാം ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഇവിടെ എൻ്റെ മോൻ ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇതെല്ലാം ഞാനത് മിക്സ് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് കാഷ്യൂ, ബദാം, കിസ്മിസ്, പിന്നെ കുറച്ച് പാലും എല്ലാം കൂടെ ചേർത്ത്. പിന്നെ ഇത് കസ്കസാണ്, അതും ഒരു പ്രത്യേക ഒരു തണുപ്പുണ്ടാകുന്ന സാധനമല്ലേ, അതും കുറച്ചിട്ട് ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ആ ജാർ ഫുള്ളായി. അപ്പം നന്നായിട്ട് പതഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് സെർവ് ചെയ്യാം. നിറച്ചുള്ളത് കൊണ്ട് ഒഴിക്കാൻ നേരത്തേക്ക് കിടക്കുന്നു. താഴെ പോയി എനിക്ക് പണി കിട്ടി എന്ന് പറഞ്ഞാൽ പണി കിട്ടി. പിന്നെ ഇവിടെ എല്ലാം വൃത്തിയാക്കണം. പിന്നെ എല്ലാം റെഡിയാക്കി ജ്യൂസ് റെഡി. അപ്പം ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.